ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് സ്നോബോൾ കുക്കീസ് ആണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്നോബോൾ കുക്കീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്നോബോൾ കുക്കീസ് തയ്യാറാക്കിയെടുക്കാൻ ആദ്യം ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർക്കാം. ബട്ടറിനോടൊപ്പം അരക്കപ്പ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് 100 ഗ്രാം ബട്ടറിന് പകരം 50 ഗ്രാം ബട്ടറും 50 ഗ്രാം നെയ്യും ചേർക്കാം. അല്ലെങ്കിൽ 50 ഗ്രാം ബട്ടറും 50 ഗ്രാം മാർജറിനും ചേർക്കാം. അല്ലെങ്കിൽ 100 ഗ്രാം തന്നെ മാർജറിനും ചേർക്കാവുന്നതാണ്. പഞ്ചസാര ബട്ടറുമായി നന്നായി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് അര കപ്പ് ആൽമണ്ട് ഫ്ലോർ ചേർക്കാം. ആൽമണ്ട് ഫ്ലോർ ചേർക്കുന്നതിനോടൊപ്പം 1 ടീസ്പൂൺ വാനില പൗഡറും 1 കപ്പ് മൈദയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ഡോ പരുവത്തിലാക്കിയെടുക്കണം. ഉരുളകൾ ആക്കാൻ പരുവത്തിനുള്ള ഡോ ആക്കിയെടുക്കാം. ഇങ്ങനെ ഡോ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ടൈറ്റ് ആവുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. തയ്യാറാക്കിയ ഡോയിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഞാനിവിടെ 30 ഗ്രാം അളവിലാണ് ഓരോന്നും ബോൾസ് ആക്കി എടുത്തിരിക്കുന്നത്. ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് ക്രാക്ക് വീഴാത്ത തരത്തിൽ നല്ല ഫൈനായിട്ട് വേണം റോൾ ചെയ്ത് എടുക്കേണ്ടത്. അല്പം ബട്ടറോ നെയ്യോ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് റോൾ ചെയ്തെടുത്താൽ നല്ല സ്മൂത്തായിട്ട് തന്നെ റോളായി കിട്ടിക്കോളും. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ. തീരെ അടുപ്പിച്ച് വെക്കരുത്. ഇപ്പോൾ ഇത് ബോളായിട്ടിരിക്കുവാണെങ്കിലും ബേക്കായി കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടി ഫ്ലാറ്റായിട്ട് വരും. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 150 ഡിഗ്രിയിൽ വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. ചൂട് കുറച്ച് ബേക്ക് ഒരു 25 to 30 മിനിറ്റ്സ് എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ കുക്കീസിൻ്റെ ഷേപ്പൊക്കെ മാറി തുടങ്ങിയത് കണ്ടോ. അപ്പോൾ നമ്മുടെ കുക്കീസൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ക്രാക്ക് വീണിട്ടില്ല. ഇനി ഇതിനൊരു സ്നോ എഫക്റ്റ് കൊടുക്കണം. അതിനായി ഞാനിവിടെ പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. കുക്കീസ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇളം ചൂടോടുകൂടി തന്നെ പഞ്ചസാര പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ച് 3-4 പ്രാവശ്യമെങ്കിലും അരിപ്പയിൽ കൂടി സീവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനായിട്ട് ഡസ്റ്റ് ചെയ്യാൻ എടുക്കാവുള്ളൂ. ഒട്ടും തന്നെ കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. നല്ല പൊടിയായിട്ട് ഇരിക്കാവുള്ളൂ. ഇതുപോലെ അല്പനേരം കോട്ട് ചെയ്ത് അതിൽ തന്നെ വെക്കുക. അങ്ങനെ നമ്മുടെ സ്നോബോൾ കുക്കീസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോൾ ഷുഗർ കൂടുതൽ ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കുക്കി ഐറ്റമാണ് സ്നോബോൾ കുക്കീസ്. കേക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ക്രിസ്മസിന് ഇതുപോലെ കുക്കീസൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ സ്നോബോൾ കുക്കീസിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.